السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وإذا مس الإنسان ضر دعا ربه منيبا إليه എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് സുമർ 8-ാമത്തെ വചനം. നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും ആരാധനയ്ക്ക് അർഹനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളെയും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസീയത്ത് ചെയ്യുന്നു. അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൻ്റെ ആശയം കൂടി ഓർമ്മിച്ചുകൊണ്ടായിരിക്കണം ഈ ആയത്തിൻ്റെ ആശയം നാം മനസ്സിലാക്കാൻ. അല്ലാഹു തആല മനുഷ്യരുടെ പൊതുവായ സ്വഭാവം ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൗഹീദിൽ തെറ്റിക്കൊണ്ട് ഇരിക്കുന്ന മനുഷ്യരുടെ പൊതു സ്വഭാവത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തിലൂടെ വിശദീകരിക്കപ്പെടുന്നത്. ആവർത്തിച്ച് അല്ലാഹു തആല അക്കാര്യം പറയുമ്പോൾ അക്കാര്യം നമ്മളും ആവർത്തിച്ച് പഠിക്കും, മനസ്സിലാക്കും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും വേണം. കാരണം നമസ്കാരത്തെ പറ്റി, നോമ്പിനെ പറ്റി, ഹജ്ജിനെ പറ്റിയൊക്കെ പറയാൻ പല ആളുകളുമുണ്ട്, ധാരാളമായ ആളുകളുണ്ട്. പക്ഷേ തൗഹീദിനെ സംബന്ധിച്ച് പറയുവാൻ, അതിന് ഊന്നൽ നൽകിക്ക് പറയാൻ, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദഅത്ത് എന്നീ കാര്യങ്ങൾ പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. മാത്രമല്ല വിശുദ്ധ ഖുർആൻ്റെ മുഖ്യ ഭാഗവും അല്ലാഹു തആല അതിനു വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊരു ആവർത്തനം, വിരസത നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല. അതുണ്ടായിക്കഴിഞ്ഞാൽ പിശാച് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും അതൊരു വിശ്വാസം ഉണ്ടാക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. വ്യത്യസ്ത രൂപത്തിലൂടെയാണ് അല്ലാഹു തആല അക്കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും അത്തരം കാര്യങ്ങൾ വ്യത്യസ്ത രൂപത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ടപ്പെട്ട സ്വന്തക്കാർ, ബന്ധക്കാർ, ആളുകൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ശിർക്കുകളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും വിട്ടു നിൽക്കുവാനായി നമ്മൾ കഴിയുന്ന സഹായം നാം ചെയ്യേണ്ടതുണ്ട്. അതിനായും കൊണ്ടാണ് നാം ഇത് ആവർത്തിച്ച് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ള ബോധം നമ്മൾ മനസ്സിലാക്കുക. അതോടുകൂടി വല ദിക്റുല്ലാഹു അക്ബർ, അള്ളാഹു ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വർണം വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ആ കാര്യത്തിലാണ് നാം ഉള്ളത്. മലക്കുകളുടെ അള്ളാഹുവിൻ്റെ പള്ളികളിൽ വെച്ച് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ സദസ്സുകൾ മലക്കുകൾ ആവരണം ചെയ്യും. അതിൻ്റെ കാരുണ്യം മൂടപ്പിടിയും. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് അള്ളാഹു തആല തൃപ്തിപ്പെട്ടുകൊണ്ട് അടുത്തുള്ള മുഖർബീങ്ങൾ മലക്കുകളൊക്കെ പറയുകയും ചെയ്യും എന്നുള്ളത് കൂടി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് പ്രീതി കരസ്ഥമാക്കാനുള്ള ഒരവസരമാണ് ഇത്. ധാരാളം ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരൊക്കെ പോയി. കാരണം പല ആവശ്യങ്ങൾ കൊണ്ടായേക്കാം, ആയിക്കോട്ടെ, എങ്കിൽ കൂടിയിട്ട് എന്നും ആവശ്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. അത് ഈ വിഷയത്തിൽ ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് മുഖ്യമായും അതിന് കാരണം. പിശാച് എന്ത് ചെയ്യുന്നു, അവർ മനസ്സിൽ ദുർമന്ത്രം നടത്തിക്കൊണ്ട് അത് പോയിക്കോ പഠിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആവാം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, കൊണ്ടുപോവാണ്. വീട്ടിൽ നിന്നും ചെയ്യാമല്ലോ, പഠിക്കാമല്ലോ. പക്ഷേ പള്ളിയിൽ ഇരുന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ വായിച്ച് പഠിക്കുന്ന പ്രാധാന്യം മറ്റൊരിടത്തും നമുക്ക് കിട്ടുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി പ്രയോജനപ്പെടുത്തിയിരുന്നത് ഒന്ന് ഫർദ് നമസ്കരിക്കാൻ, മറ്റൊന്ന് ഇതേ ഖുർആൻ പഠിപ്പിക്കാൻ ആയിരുന്നു. അതിൻ്റെ തഫ്സീറായാലും ഹദീസുകളും ആ ഒരു ബോധത്തോടുകൂടി ദിക്ർ ഓർമ്മകളോടുകൂടി ഇരിക്കണം നാം. ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ തന്നെ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകൾ കൊണ്ടാണ്. അപ്പം നല്ല നിയ്യത്ത് അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹു നമ്മൾ കാണുന്നത് കേൾക്കുന്നുണ്ട്, നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ബോധത്തോടു കൂടി ഇരിക്കുക. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ആമീൻ. വൈദാ മസ്സൽ ഇൻസാന, മനുഷ്യന് ലുറൻ, വൈദാ മസ്സൽ ഇൻസാൻ ലുറുൻ, ലുറ ഉപദ്രവം, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, തിന്മകൾ ബാധിക്കപ്പെട്ടാൽ
ദാ റബ്ബഹു മുനീബൻ ഇലൈഹി, അവനെന്ത് ചെയ്യുന്നു, അവൻ റബ്ബിനോട് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് ഭക്തിയുള്ളവനായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ള പലരോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ മനസ്സിൽ നിന്ന് പോയി ഔലിയാക്കന്മാരോടൊക്കെ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ തന്നെ അവർ നേർച്ചകൾ അർപ്പിച്ചിരുന്നു. അള്ളാഹു ഒഴിയുള്ളവർക്ക് ആ ബിംബങ്ങൾക്ക് ആവട്ടെ, ബിംബങ്ങളില്ലാതെ ആവട്ടെ, ഏതായാലും ശരി, രണ്ടായാലും ശരി, അള്ളാഹു ഒഴിയുള്ളവർക്ക് ആരാധന അർപ്പിക്കുക എന്ന് ശരിക്കാണല്ലോ. അപ്പോൾ ആരാധനയാവുന്ന പ്രാർത്ഥനകളെ മരിച്ചുപോയ മഹാത്മാക്കളോട് അവർ പ്രാർത്ഥിച്ചിരുന്നു, നേർച്ചകൾ അർപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ആ പ്രാർത്ഥനകളിൽ നിന്നും ആരാധനകളിൽ നിന്നും ഒക്കെ തന്നെ വിട്ടുനിന്നുകൊണ്ട് ഇനി മറ്റൊരു രക്ഷയില്ല, ഇനി അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ച് കാര്യമുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കി അങ്ങനെ ദുരിതം എന്ത് ചെയ്യുന്നുണ്ട്, ബാധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ ഞെരുക്കം അല്ലെങ്കിൽ ശാരീരികമായുള്ള ഞെരുക്കൽ, രോഗങ്ങൾ, കുടുംബത്തിലെ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ, വരൾച്ചയൊക്കെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ പൊതു സ്വഭാവം മറ്റുള്ളവരിൽ നിന്നൊക്കെ, മറ്റുള്ള ആ പ്രാർത്ഥനകളിൽ നിന്നും ആരാധനകളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനോട് മാത്രം മനസ്സ് വിനയപ്പെട്ടുകൊണ്ട്, മുനീബൻ ഇലൈഹി, മനസ്സ് വിനയപ്പെട്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. സുമ്മ ഇദാ ഹവ്വലഹു നിഅമതൻ മിൻഹു ഷൈഇൻ മിൻഹു നസിയ, സുമ്മ ഇദാ ഹവ്വലഹു നിഅമതൻ മിൻഹു നസിയ മാ കാന യദഉ ഇലൈഹി. സുമ്മ പിന്നീട്, അല്ലെങ്കിൽ അപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്തു, അവന് പ്രയാസം നീക്കി കൊടുത്തു. അപ്പോഴെന്ത് ചെയ്യുന്നു, സുമ്മ പിന്നീട് ഇദാ ഹവ്വലഹു നിഅമതൻ മിൻഹു, അള്ളാഹുവിൽ നിന്നൊരു നിഅമത്ത് അവന് അധീനപ്പെടുത്തി കൊടുത്താൽ, നസിയ അവൻ മറന്നുപോയി, മാ കാന യദഉ ഇലൈഹി, അവന് ഏതെന്നിലേക്കാണ്, ആരോട് പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ഈ നേട്ടങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ള കാര്യം അവൻ മറന്നുപോവുകയും വീണ്ടും എന്ത് ചെയ്യുന്നു, മാക്കാന സുമ്മ ഇദാ ഹവ്വലഹു നിഅമതൻ മിൻഹു നസിയ മാ കാന യദഉ ഇലൈഹി മിൻ ഖബ്ലു, മുമ്പ് അതായത് പ്രയാസങ്ങളും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവൻ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ആ പ്രാർത്ഥിച്ച ഫലമായി അവൻ അള്ളാഹു തആല എന്ത് ചെയ്തു, സ്വാധീനമാക്കി കൊടുത്തു, അധീനമാക്കി കൊടുത്തു നിഅമത്ത്. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ സ്വാധീനമാക്കി നിഅമത്ത് അവനക്ക് അധീനമാക്കി കൊടുത്തപ്പോഴേ എന്ത് ചെയ്തു, നസിയമാക്കാനേതോ ഇലൈഹി മിൻ ഖബ്ല്, അവ ഇപ്പം സന്തോഷകരമായ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, മുമ്പ് ആരോടെ പ്രാർത്ഥിച്ചിരുന്നത്, അള്ളാഹുവിനോടാണല്ലോ പ്രാർത്ഥിച്ചിരുന്നത്, അതോ എന്ത് ചെയ്യുന്നു, മറന്നു പോവുകയാണ്. നസിയ അവൻ മറന്നു, മാക്കാനേതോ ഇലൈഹി, ആരോടായിരുന്നു അവൻ പ്രാർത്ഥിച്ചിരുന്നത്, മിൻ ഖബ്ല് മുമ്പ്, അതവൻ മറന്നുപോയി. ഇപ്പം നല്ല സന്തോഷകരമായ അവസ്ഥയുള്ളത്. അപ്പം എന്ത് ചെയ്യുന്നു, ആ സന്തോഷകരമായ അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു, വജാലില്ലാഹി അന്താദാ, അവൻ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു ഒഴിയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, നേർച്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹു ഒഴിയുള്ളവർ രക്ഷ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ആ അവസ്ഥ വജാലില്ലാഹി അന്താദാ ലിയുദില്ല അൻ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ നിന്നും വഴിതെറ്റിപ്പിക്കുവാനായി സ്വയം വഴിതെറ്റുകയും മറ്റുള്ളവരെ വഴിതെറ്റിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം എനിക്ക് അവനെന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് എന്തൊരു വസീലമാണ്, അതിനിപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇസ്തിഗാസ ചെയ്യുക, അത് അനുദിനമാണ് എന്നുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ പല രൂപത്തിലൂടെ എന്ത് ചെയ്യുന്നു, അവർ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെയും എന്ത് ചെയ്യുന്നു, അവൻ സ്വയം വഴിതെറ്റുന്നു, മറ്റുള്ളവരെ വഴിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ വ്യക്തമായി കൊണ്ടാണ് അള്ളാഹു താല കാര്യം നമുക്ക് ആവർത്തിച്ച് ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു, പറയ പ്രവാചകരെ, തമത്ത ബിഖുഫ്രിക, ഈ കാര്യങ്ങൾ കുഫ്രിയത്താണത്, അവിശ്വാസമാണ്, ശിർക്കാണ്. പല രൂപത്തിലൂടെ അള്ളാഹു താല നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അവിശ്വാസമാണ്, നന്ദിയേടാണ്. തമത്തോ, നീ ബിഖുഫ്രിക കലീല, അല്പം നീ എന്ത് ചെയ്തോ, നിന്റെ കുഫ്ർ കൊണ്ട് നീ ചെയ്തോളാ, സുഖം എടുത്തുകൊള്ളുക. തമത്തോ, നീ സുഖം എടുത്തുകൊള്ളുക, ബിഖുഫ്രിക, നിന്റെ കുഫ്ർ കൊണ്ട്, കലീല അല്പം, അവിശ്വാസം കൊണ്ട്, നന്ദികേട് കൊണ്ട്, അള്ളാഹുവിനുള്ളവരെ ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് നേർച്ച അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നീ കഴിഞ്ഞുകൂടുന്നുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പാമോചനം തേടിക്കൊണ്ടിരിക്കുന്നു. ആ അവസ്ഥ നീ എന്ത് ചെയ്യുക, ഞാൻ തുടർന്ന് പോയിക്കോ. ഇന്നക നിശ്ചയമായി നീ മിൻ അസ്ഹാബിൻ നാർ, തീർച്ചയായും നീ നരകത്തിലെ ആൾക്കാരിൽപ്പെട്ടവരാകുന്നു എന്നുള്ള താക്കീത് മുന്നറിയിപ്പ് നൽകിയാണ്. അപ്പം
അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്ത് അള്ളാഹു തആല മുഖ്യമായിട്ട് ഉദ്ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യു തമ്മിൽ ആദം എന്തല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ വ്യത്യസ്ത രൂപത്തിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അയ്യു തമ്പിൻ ഏത് പാപമാണ് ആദമ് ഏറ്റവും വമ്പിച്ചത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൻതുദില്ലാഹി നിദ്ദ, അള്ളാഹുവിന് സമനെ ഉണ്ടാക്കി പ്രാർത്ഥിക്കുക, ഹലഖക, അവനാണല്ലോ എന്നെ സൃഷ്ടിച്ചത്, അവനെ സൃഷ്ടിച്ചിരിക്കെ അവന് സമനായി ഉണ്ടാക്കി എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. വൈബായ നിലക്കുള്ള സഹായപ്രവർത്തനങ്ങൾ ദുആഉൽ ഇബാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ദുആ ഇബാദത്താവുന്നു, ദുആ ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാകുന്നു. ആ ഒരു ബോധത്തോടെ അള്ളാഹു മാത്രം പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വേണ്ടിയിരുന്നത്. എല്ലാ സന്ദർഭത്തിലും പ്രയാസങ്ങളും ഞെരുക്കങ്ങൾക്ക് നീങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ചിന്തയിൽ നിന്നും വിട്ടുനിന്നു. അതാണ് ഇവിടെ ആക്ഷേപിക്കപ്പെടുന്നത്. ഞെരുക്കങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഇനി അള്ളാഹ് അല്ലാതെ നമ്മൾ രക്ഷിക്കാൻ മറ്റൊരു ശക്തിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് അള്ളാഹുവിനോട് മാത്രം എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ട് നേർച്ചകൾ അർപ്പിച്ചുകൊണ്ട് മനസ്സ് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. എന്നാൽ അള്ളാഹു തആല എന്ത് ചെയ്തു, ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ താൽക്കാലികമായി അവൻ്റെ പ്രയാസങ്ങൾ ഞെരുക്കങ്ങളൊക്കെ നീക്കി കൊടുത്തു. അങ്ങനെ സുഖസുഖ സംബന്ധമായ ഒരു അവസരം അവനുണ്ടാക്കി കൊടുത്തപ്പോഴേ അതെന്ത് ചെയ്തു, മറന്നുപോയി, അള്ളാഹുവിനെ മറന്നുപോയി. അങ്ങനെ അമ്പിയൗലിയാക്കന്മാരോട് എന്ത് ചെയ്യുന്നു, സമന്മാരെ ഉണ്ടാക്കി അള്ളാഹുവിനോട് ബാധിച്ച പോലെ പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾ എന്ത് ചെയ്യുന്നു, അവൻ വഴിവെക്കുന്നു, ജനങ്ങൾ വഴിപ്പിക്കുന്നു എന്ന് ആണ് അള്ളാഹു തആല നമ്മളോട് ഈ ആയത്തിലൂടെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. ഏറ്റവും വമ്പിച്ച മഹാപാപം നിദ്ദ, അള്ളാഹുവിനെ നിദ്യനെ ഉണ്ടാക്കി സമന്മാരെ ഉണ്ടാക്കി പ്രാർത്ഥിക്കലാകുന്നു എന്നതാണ് വിശദമായ ധാരാളം ഈ വിഷയമായ ഖുർആനിലൂടെയും ഹദീസിലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഷിർക്ക്, അത് ഷിർക്ക് ആവുന്നു, ഏറ്റവും വലിയ പാപമാകുന്നു, ഷിർക്കാവുന്നു. ഷിർക്കോടുകൂടി മരണപ്പെട്ടാൽ, ഈ വിശ്വാസത്തോട് മരണപ്പെട്ടാൽ, അങ്ങനെ ആരാധിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ വിശ്വാസത്തിലൂടെയും ഷിർക്ക് വരും, കർമ്മത്തിലും ഷിർക്ക് വരും. ഷിർക്കോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും അള്ളാഹു തആല എന്ത് ചെയ്യില്ല, നമ്മളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അവന് സ്വർഗം ഹറാമാണ്, നരകത്തിൽ ശാശ്വതമായി പോവും. അതുകൊണ്ട് അത്തരത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും ആ ശിർക്കൻ പ്രവർത്തനത്തിലേക്ക് എത്തുന്ന ബിദ്അത്തുകളിൽ നിന്ന്, അനാചാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിടാത്ത അനാചാരങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിന്നുകൊണ്ട്, അനാചാരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചിടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ അമലുകളൊക്കെ അള്ളാഹു തആല എന്ത് ചെയ്യുന്നു, സ്വീകരിക്കില്ല, അവിടെ മാറ്റിവെക്കും. ഏതുവരെ? അനാചാരം ഉപേക്ഷിക്കുന്നവരെ. അപ്പം മാത്രമല്ല, അനാചാരങ്ങളിലൂടെ ധാരാളം അനാചാരങ്ങളിൽ ശിർക്കിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശിർക്കിൽ നിന്നും വിട്ടുന്നുകൊണ്ട്, അതേപോലെ തന്നെ അനാചാരങ്ങളിൽ വിട്ടുന്നുകൊണ്ട് യഥാർത്ഥ വിശ്വാസ ആചാരത്തോടു കൂടി തൗഹീദോട് ജീവിച്ച് മരിച്ച് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് ശരീരം പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കി മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുത്ത് മാതൃകളായി ജീവിക്കുവാൻ അള്ളാഹു നാം എല്ലാവർക്കും തൗഫീഖ് മാറട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക നബിയ്ക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഊദു ബിക മിൻ ശർരി മാ ഇസ്തആദ മിൻഹു നബിയ്ക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻതൽ മുസ്തആൻ വഅലൈക്കൽ ബലാഗ്. റബ്ബനാ ളലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.